റമളാനിൻ്റെ പകുതി പിന്നിടുകയാണ്. എത്ര പെട്ടെന്നാണ് പകുതി ദിനങ്ങൾ കഴിഞ്ഞു പോയതല്ലേ. മനുഷ്യജീവിതത്തോട് ഉപമിച്ച് പറഞ്ഞാൽ ആയുസ്സിലെ ആദ്യ 20 വർഷങ്ങൾ കഴിഞ്ഞതുപോലെ കളിയും ആസ്വാദനവുമെല്ലാം കഴിഞ്ഞ് ജീവിതത്തെ പക്വതയോടെ സമീപിക്കേണ്ട നാളുകളായി എന്ന് സാരം. അതുതന്നെയാണ് റമളാൻ എന്ന പരിശീലന ശിബിരവും നമ്മോട് പറയുന്നത്. ഏതൊരു പരിശീലന കളരിയിലും ആദ്യ ദിനങ്ങൾ അങ്ങനെയായിരിക്കും. പരിശീലന മേഖലയിൽ ഐസ് ബ്രേക്ക് എന്നോ വിദ്യാഭ്യാസ മേഖലയിലാകുമ്പോൾ പ്രിപ്പറേറ്ററി കാലമെന്നോ ഒക്കെ നാം ഔപചാരികമായി വിളിക്കുന്ന അത് തന്നെ. ശേഷം വരുന്ന തീക്ഷണമായ പ്രവർത്തനങ്ങളിലേക്കും ദിനങ്ങളിലേക്കും ശരീരത്തെയും അതിലേറെ മനസ്സിനെയും സജ്ജമാക്കുന്ന സമയമാണത്. റമളാനിലെ ആദ്യ ദിനങ്ങളിൽ അള്ളാഹുവിൻ്റെ കൊച്ചുമക്കളാണ് നാം, വിശുദ്ധ മാസത്തിലേക്ക് കടന്നു വന്ന നവാഗതർ. അതുകൊണ്ട് തന്നെ അവൻ്റെ കാരുണ്യത്തിനാണ് നാം ഈ ദിനങ്ങളിൽ കൈനീട്ടിയത്. ഏതൊരു പദ്ധതിയിലും പോലെ ആദ്യ ദിനങ്ങൾ വിട്ടുവീഴ്ചകളുടേതായിരിക്കും. ശേഷം പൊറുക്കപ്പെടാത്ത പലതും ആദ്യ നാളുകളിൽ പൊറുക്കപ്പെടും. ആദ്യ 10 കുട്ടികളുടെ 10 പഴമക്കാർ പറഞ്ഞിരുന്നതും ഒരു പക്ഷേ ഇതുകൊണ്ട് തന്നെയാവാം. അഥവാ ആദ്യ 10 വ്രതമെടുക്കുന്ന വിശ്വാസികളെല്ലാം അള്ളാഹുവിൻ്റെ കുട്ടികളാണ് എന്നർത്ഥം. റമളാൻ എന്ന പാഠശാലയിലേക്ക് കടന്നു വന്ന നവാഗതർ ഇനി അങ്ങോട്ടുള്ളത് ഗൗരവത്തോടെ കാര്യങ്ങളെ സമീപിക്കേണ്ട സമയമാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു പോയാൽ അതിന് തക്കതായ കാരണങ്ങൾ നിരത്തി മാപ്പപേക്ഷിക്കുകയേ നിർവാഹമുള്ളൂ. പാപമോചനത്തിനായി കാരണങ്ങൾ നികത്തി ഇനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന ഉറച്ച മനസ്സോടെ കരഞ്ഞ് മാപ്പപേക്ഷിക്കുകയേ നിർവാഹമുള്ളൂ. അതാണ് മഗ്ഫിറത്തിൻ്റേതെന്ന് പറയുന്ന ഇനി വരുന്ന നാളുകൾ. നമുക്ക് ശ്രമിക്കാം. നാഥൻ തുണക്കട്ടെ.